എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു CBSE നോക്കിയാലോ. 9th മാത്സിലെ ചാപ്റ്റർ 12 ഹെറോൺസ് ഫോർമുല എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10 AD ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ് ഹെറോണിൻ്റെ ജനനം. അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ ഒരുപാട് വർക്ക്സ് നടത്തിയ ആളാണ് ഇദ്ദേഹം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടെത്തുന്നതിനുള്ള ഫോർമുല ഉണ്ടാക്കിയത്. അതിനെയാണ് ഹെറോൺസ് ഫോർമുല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഹെറോൺസ് ഫോർമുല, ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടെത്തുന്നത് ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ആദ്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസിനെ കുറിച്ച് അറിയണം. എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയവയായിരിക്കും, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ 4 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്: ഈക്വിലാറ്റർ, ഐസോസിലസ്, സ്കാലൈൻ ആൻഡ് റൈറ്റ് ആംഗിൾ. ഈക്വിലാറ്റർ മീൻസ് 3 sides of triangle are equal. Isosceles means 2 sides equal, and scalene means the 3 sides of triangle are unequal. Right angle means one side of triangle is 90 degree. ഇനി ഇവയുടെ ഏരിയ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എങ്ങനെയാണ് ഏരിയ കണ്ടെത്തുന്നത് നോക്കാം. നമ്മൾ പൊതുവെ ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? ഹാഫ് BH, അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ AC ബേസും BC ഹൈറ്റും ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ എഴുതാം: ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 30 cm² എന്ന് കിട്ടും. ഈ ABC എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 30 cm² എന്ന് കിട്ടും. ഇങ്ങനെ നോക്കുമ്പോൾ ഹൈറ്റിനെ, അതായത് BCനെ നമുക്ക് ബേസാക്കി എടുക്കാം. ഈ ഇൻ്റർചേഞ്ചബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു ഈക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തുന്നത് എങ്ങനെ നോക്കാം. ഇവിടെ PQR എന്ന ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 10 cm. പ്രത്യേകത എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. സോ എല്ലാ സൈഡ്സും 10 cm വീതമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടെത്തണമെങ്കിൽ ഹാഫ് BH എന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഏരിയ കണ്ടെത്തുമ്പോൾ ഹൈറ്റ് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് P എന്ന കോർണറിൽ നിന്നും M എന്ന ബിഗ് പോയിന്റിലേക്ക് നമുക്കൊരു വര വരയ്ക്കാം. അപ്പോൾ PM എന്ന ലൈൻ കിട്ടില്ലേ, ഇതായിരിക്കും ഇതിൻ്റെ ഹൈറ്റ്. ഇപ്പം നമുക്ക് കാണാം ഇതിൽ 2 സെയിം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് PM എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ PQ² = PM² + QM² അല്ലേ? അതായത് ലാർജ് സൈഡ് ഏതാണ്? അത് PQ² = പിന്നെയുള്ള 2 സൈഡ്സിൻ്റെ സമ്മായിരിക്കും PM² + QM². ഇനി അതിൻ്റെ സൈസ് അപ്ലൈ ചെയ്യുമ്പോൾ PQ പറഞ്ഞ എത്രയാണ്? 10 ആണ്. QM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ QR പകുതി ആയിരിക്കും, ഹാഫ് ആയിരിക്കും. അതായത് QR 10 ആണ്, QRൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 5, QM എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ 10² = PM² + 5². നമുക്കറിയേണ്ടത് ഏതാണ്? PM. സോ PM² = 10² - 5² = 75 എന്ന് കിട്ടും. PM² എന്ന് പറയുന്നത് 75 ആണ്. നമുക്കിവിടെ അറിയേണ്ടത് എത്രയേ ഉള്ളൂ? PM മാത്രമേ അറിയേണ്ടുള്ളൂ. സോ ആൻസർ ഈസ് √75, അതായത് 5√3. ഇനി നമുക്ക് നേരിട്ട് ഇത് ഏരിയ കാണുന്ന ഫോർമുലയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഏരിയ കണ്ടെത്താൻ കഴിയില്ലേ? ഏരിയ = ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ? ബേസ് എത്രയാണ്? 10. ഹൈറ്റ് നമുക്കിപ്പോൾ കിട്ടി 5√3. സോ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 5√3. ആൻസർ എത്രയാണ്? 25√3 cm². അപ്പോൾ PQR എന്ന ഈ ഈക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ 25√3 cm² ആണെന്ന് കിട്ടി. ഇനി അടുത്തത് ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ കാര്യത്തിൽ നോക്കാം. ഇവിടെ XYZ എന്ന ഐസോസിലസ് ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെയും ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് X എന്ന കോർണറിൽ നിന്നും P എന്ന പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരു XP എന്നൊരു ലൈൻ കിട്ടി.
ഇത് അളന്ന് കഴിഞ്ഞടിച്ചെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അറിയാൻ കഴിയും. പിന്നെ ഇതിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, 2 sides ആർ ഈക്വൽ. ആ 2 sides ആർ 5 ആണ്. ഇനി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റ് കണ്ടെത്താം. xy² = xp² + yp². നമുക്കിവിടെ അറിയേണ്ട ഏത് മാത്രമാണ്, xp മാത്രമാണ്. അപ്പോൾ സോ xp² = xy² - yp². ഇനി ഇതിൻ്റെ സൈസസ് അതിൽ കൊടുക്കുമ്പോൾ 5² - 4² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് xp² 9 എന്ന് കിട്ടും. നമുക്ക് xp മാത്രമാണ് അറിയേണ്ടത്. സോ xp = √9 എന്നായിരിക്കും. √9 ഇപ്പോൾ എത്രയാണ്, 3. ഇനി നമുക്കിത് ഏരിയ കാണുന്ന ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ = ½ ഇൻറ്റു ബേസ് എത്രയാണ്, yp4 ആണെന്ന് പറഞ്ഞു. അപ്പോൾ pz 4 ആയിരിക്കും. സോ ടോട്ടൽ 8. ബേസ് 8, ഹൈറ്റ് എത്രയാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത് 3. സോ ½ ഇൻറ്റു 8 ഇൻറ്റു 3 = 12 cm². അപ്പോൾ XYZ എന്ന ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12 cm² ആയിരിക്കും. നമുക്കൊരു സ്കാലൈൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ പഠിച്ചു ഏരിയ കണ്ടെത്തുമ്പോഴേക്ക് അതിൻ്റെ ഹൈറ്റ് ആദ്യം കണ്ടെത്തിയിരിക്കണം ആ ട്രയാങ്കിളിൻ്റെ എന്ന്. പക്ഷേ സ്കാലൈൻ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടെത്തുക മിക്കവാറും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് വെച്ചാൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ടാണ് മറ്റേ എല്ലാ ട്രയാങ്കിൾസിനെയും കണ്ടെത്തിയത്. പക്ഷേ സ്കാലൈൻ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. ഹെറോൺസ് ഫോർമുല എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾസ് = √s × s - a × s - b × s - c. ഇതിൽ എ ബി സി എന്ന് പറയുന്നത് ആ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ആണ്. പിന്നെ എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ, അതായത് പെരിമീറ്ററിൻ്റെ ഹാഫ്. a + b + c/2 ആണ് സെമി പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ എങ്ങനെയാണ് ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ എ ബി സി സൈഡ്സ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്. അല്ലെ എ എന്ന് പറയുന്നത് 40 മീറ്ററാണ്, ബി എന്ന് പറയുന്നത് 24 മീറ്ററാണ്, സി 32 മീറ്റർ. ഇതിലെ സെമി പെരിമീറ്റർ നമുക്ക് ആദ്യം കണ്ടെത്താം. അതായത് a + b + c/2, അതായത് 40 + 24 + 32/2 എന്ന് പറയുന്നത് 48 മീറ്ററാണെന്ന് കണ്ടു. ഇനി s - a, s - b, s - c എത്രയാണെന്ന് കണ്ടെത്താം. അങ്ങനെ s - a = 48 - 40 = 8 മീറ്റർ. s - b 48 - 24 = 24 മീറ്റർ. s - c = 48 - 32 = 16 മീറ്റർ. ഇനി ഇത് ഏരിയയുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ = √48 × 8 × 24 × 16 = 384 m² എന്ന് കിട്ടും. ഇപ്പോൾ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് എത്ര പെട്ടെന്നാണ് ഏരിയ കണ്ടെത്തിയെന്ന് നോക്കി നോക്കൂ. ഹൈറ്റ് കണ്ടെത്താൻ വേണ്ടി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയും ഒന്നും വേണ്ടി വന്നില്ല. ഈസി മെത്തേഡാണ്. ഇനി ഇത് നമുക്ക് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ½ എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് നോക്കി നോക്കാം, ഈക്വൽ ആണോ എന്ന് നോക്കി നോക്കാം. ഇവിടെ ബേസായിട്ട് നമുക്ക് സി എന്നാണ്, അത് 32 മീറ്ററാണ്, ഹൈറ്റ് 24 മീറ്റർ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ½ × 32 × 24 = 384 m². ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്തതും ½ എന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്തതും സെയിം ആൻസറാണെന്ന് കിട്ടി.